ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ അരിപ്പൊടിയും 2 മിനിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത്. നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 ആൾക്കാർക്കൊക്കെ കഴിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. കുട്ടികളാണെങ്കിൽ നമ്മളിത് മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് പെട്ടെന്ന് സമയമില്ലാത്ത സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിലല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ നമ്മൾ എന്തെങ്കിലും വെച്ച് കൂട്ടി കഴിക്കുകയാണെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുക, അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ്, നമ്മൾ ഏത് മധുരത്തിലാണെങ്കിലും അല്ലാതാണെങ്കിലും ഉപ്പ് ചേർക്കണമല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് വിസ്കോ ഫോർക്കോ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ മെൽറ്റായിട്ട് മിക്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മളെ പത്തിരിക്ക് എടുക്കുന്ന നൈസ് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേ ഉള്ളൂ നല്ല റെഡി ആയിട്ട് കിട്ടുള്ളൂ. പുട്ടുപൊടിയൊന്നും ചേർക്കാതിരിക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള അപ്പക്കാരോ സോഡയോ ബേക്കിംഗ് പൗഡർ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതൊന്നും ചേർക്കാതെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ ഒരു നുള്ള ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സും കൂടിയും കിട്ടും. അപ്പോൾ നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആണെങ്കിൽ 1 ടീസ്പൂൺ അളവിലും കൂടി പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ജസ്റ്റ് ഒരു പാൻ കേക്കൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്ന രീതിയിലൊന്ന് ചുട്ടെടുത്താൽ മതി. കുറച്ചൊരു നെയ്യ് തടവി കൊടുത്തതിന് ശേഷം അതിൽ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കുക്കായതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഇത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ആരൊക്കെ എടുത്ത് വന്നിട്ടുള്ള അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.